കേരളത്തിലെ വയനാട്ടിൽ മലയോര മേഖലയിൽ കഴിഞ്ഞ രണ്ടാഴ്ചകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന വന്യമൃഗ ആക്രമണങ്ങളിൽ വളരെയധികം ആശങ്കയിലാണ് മാനന്തവാടി രൂപതയിലെ ജനങ്ങളും ഒപ്പം വൈദികരും മെത്രാന്മാരുമെല്ലാം. കഴിഞ്ഞ ദിവസം അതിനോട് സംബന്ധിച്ചുള്ള പ്രതിഷേധങ്ങൾ ഒരുപാട് നടന്നു. വലിയ ആശങ്കയിലാണ് അല്ലേ? തീർച്ചയായും വയനാടിനെ സംബന്ധിച്ചിടത്തോളം, വയനാട് മാത്രമല്ല, വയനാട് പോലെയുള്ള മലയോര മേഖലകളിൽ കാടിനോടടുത്ത് ജനങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലെല്ലാം വലിയ ആശങ്കയിലേക്ക് ജനം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ കാണുന്നത് പോലെയുള്ള വന്യജീവി മനുഷ്യ സംഘർഷങ്ങളാണ്. വന്യജീവികൾ കാടിൽ നിന്ന് ഇറങ്ങി നാട്ടിലേക്ക് വരുന്നു, മനുഷ്യരെ ആക്രമിക്കുന്നു, കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു, ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ നാളുകളിൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം മുൻ വർഷങ്ങളിലൊക്കെ നോക്കിയാലും ഈ വന്യജീവി ആക്രമണങ്ങളും മരണവും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു ആക്രമണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരാൾ ആക്രമിക്കപ്പെടുന്നു, മരിക്കുന്നു, അതിൽ നിന്ന് അടുത്ത ഒരു ആക്രമണത്തിലേക്കോ മരണത്തിലേക്കോ മാസങ്ങളുടെയോ വർഷങ്ങളുടെയോ ഒരു ദൈർഘ്യമുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ 2024 ആണ്ടിൽ നമ്മൾ കാണുന്നത് ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഏതാണ്ട് ഒരു 20 ദിവസത്തിനിടയിൽ 3 മരണങ്ങളാണ്. എന്ന് പറഞ്ഞാൽ വന്യജീവി ആക്രമണം മൂലം മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നതിന്റെ സമയദൈർഘ്യം കുറഞ്ഞു വരുന്നു. ഇപ്പോൾ ഇവിടെ അടുത്തുണ്ടായ ബാവലിയിലുണ്ടായ കാട്ടാന ആക്രമണം, പാക്കത്തുണ്ടായ കാട്ടാന ആക്രമണം, നമ്മുടെ പടമലയിലുണ്ടായി. ഈ സ്ഥലങ്ങളെല്ലാം വളരെ അടുത്താണ്. എയർ ഡിസ്റ്റൻസ് നോക്കിയാൽ 1 കിലോമീറ്റർ പോലും ഇല്ല. അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ വയനാടൻ കാടുകൾ, നമുക്കിവിടെ വലിയ കാടുകളുണ്ട്, ഏതാണ്ട് 300 സ്ക്വയർ കിലോമീറ്ററിലധികമുള്ള കാട് ഇവിടെയുണ്ട്, വനസമ്പത്തുണ്ട്. പക്ഷേ ഇതിന്റെ ഉള്ളിൽ മുഴുവൻ ഗവൺമെന്റിന്റെ, സർക്കാർ സംവിധാനങ്ങളുടെ തന്നെ വളരെ അശാസ്ത്രീയവും ദീർഘവീക്ഷണമില്ലാത്തതുമായ പ്ലാന്റേഷൻസ് ഇതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. തേക്ക്, അക്കേഷ്യ, സെന്ന, യൂക്കാലി പോലുള്ള മരങ്ങൾ ഏതാണ്ട് 1/3 ഭാഗം കാടിന്റെ ഉള്ളിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മരങ്ങൾ വളരുന്നിടത്ത് അടിക്കാടുകൾ ഇല്ലാതാകും. ഇതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, നിങ്ങൾ ഈ കാടിനുള്ളിലൂടെ മൈസൂർ കാട്ടിലേക്ക് ഒക്കെ ഒന്ന് കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, കാട് മുഴുവൻ ഇതിന്റെ ഫലമായിട്ട് ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. ഇത് നിത്യഹരിത വനങ്ങളാണ് എന്നാണ് പറയുക. പക്ഷെ നിത്യഹരിത വനങ്ങളിൽ എവിടെയും വനത്തിനുള്ളിൽ പച്ചപ്പില്ല. വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് ഭക്ഷിക്കാനും കുടിക്കാനുള്ള വെള്ളം പോലും ഇല്ലാത്തൊരു സാഹചര്യം. ഇപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ ചൂട് കൂടുന്നു, കാലാവസ്ഥ വ്യത്യാസപ്പെടുന്നു, മൃഗങ്ങൾ ഭക്ഷണം തേടി, മനുഷ്യർ വസിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പച്ചപ്പുണ്ട്, വെള്ളമുണ്ട്, കൃഷിയുണ്ട്, തിന്നാനുണ്ട്, മൃഗങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സംഘർഷം പെട്ടെന്ന് വയനാട്ടിൽ ഉണ്ടാകുന്നത്. ഇത് ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ്. ഇത് വെറുതെ ഗവൺമെന്റിനെതിരെ ഉയർത്തുന്ന ഒരു ആരോപണമൊന്നുമല്ല. രാഷ്ട്രീയമൊന്നും ഇതിന്റെ പിന്നിലില്ല. കാരണം ഇത് മാറി വരുന്ന ഗവൺമെന്റുകളുടെ മുമ്പിൽ എല്ലാ കാലത്തും വയനാടൻ ജനത ഉയർത്തിയിരിക്കുന്ന ഒരു ആവശ്യമാണ് ഈ കൃത്രിമമായിട്ട് ഇങ്ങനെ പ്ലാന്റേഷൻസ് കാടിനുള്ളിൽ വെച്ച് പിടിപ്പിക്കുന്നത് നിർത്തണം. കാരണം വനസംരക്ഷണ നിയമം, വന്യമൃഗ സംരക്ഷണ നിയമം 70-80കളിൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം മൃഗങ്ങൾ ധാരാളമായി പെറ്റുവരികയും മൃഗങ്ങൾ പെരുകുന്നതിനനുസരിച്ച് മൃഗങ്ങൾക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ കാടിന്റെ ഉള്ളിൽ രൂപപ്പെടുത്താൻ സർക്കാരിന് സാധിക്കുന്നുമില്ല, അല്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യമാണ് വയനാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. വന്യമൃഗങ്ങൾ നിരന്തരമായിട്ട്, ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവ ഭക്ഷിച്ചത്, ഇന്നലെ പുൽപ്പള്ളിയിൽ വീണ്ടും ആളുകളുടെ ബൈക്കിന് മുകളിലൂടെ കടുവ എടുത്ത് ചാടുന്ന സാഹചര്യം, മാനന്തവാടി ഭാഗത്ത് പുലിയുടെ ആക്രമണം, കാട്ടുപന്നിയുടെ ആക്രമണം എന്ന് വേണ്ട, ഇതിങ്ങനെ മണിക്കൂറുകൾക്കുള്ളിൽ ഇതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ആശങ്കാജനകമായൊരു സാഹചര്യമാണ്. അടിയന്തിരമായി ഗവൺമെന്റ് ഇവിടെ ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതാണ് ജനത്തിന്റെ അജിറ്റേഷനിൽ നിന്ന്, അവരുടെ ഇത്തരത്തിലുള്ള രൂക്ഷമായ പ്രതികരണങ്ങളിൽ നിന്ന് പോലും വെളിപ്പെടുന്ന ഒരു സാഹചര്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടാകണം, അവരുടെ ശ്രദ്ധ പതിയണം എന്നുള്ളതുകൊണ്ടാണ് വയനാടൻ ജനത പൊതുവിൽ, അത് തീർച്ചയായും മാനന്തവാടി രൂപതയുടെ നേതൃത്വമുണ്ട്, ക്രൈസ്തവ സഭകളുടെ, സമുദായങ്ങളുടെ, എല്ലാവരുടെയും, ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമോ മതമോ ചിന്തയോ ഒന്നുമില്ല. കാരണം കടുവയും ആനയും ഒക്കെ മനുഷ്യനെ ആക്രമിക്കുന്നത്, കൃഷി നശിപ്പിക്കുന്നത് ജാതി മതം നോക്കിയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പൊതു ആവശ്യമാണ്, ജനത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്, അടിസ്ഥാനപരമായ ഒരു മനുഷ്യാവകാശത്തിന്റെ പ്രശ്നവും കൂടെയാണ്. അതുകൊണ്ട് ഗവൺമെന്റുകൾ ഇതിൽ ഇടപെടണം. അതുകൊണ്ടാണ് ഗവർണർ വന്നപ്പോഴും രൂപത മുൻകൈയെടുത്ത് ഗവർണറെ ഇവിടെ കൊണ്ടുവരാനും ഈ ആവശ്യം ഉന്നയിക്കാനും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് അത് കൊടുക്കാനും ഒക്കെ ആയിട്ട് ശ്രമിച്ചത്. പക്ഷേ അച്ഛൻ നേരത്തെ പറഞ്ഞാൽ ഇതിന് രാഷ്ട്രീയമില്ല, പക്ഷെ ജനങ്ങൾ പരിഭ്രാന്തരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിഷേധങ്ങൾക്ക് ശക്തി കൂടും. പക്ഷെ ഇത് ഒരു വൈദികരിലേക്ക് ഈ ആക്രമണം അഴിച്ചുവിടുന്നത് വൈദികരാണ് എന്ന് ചില രാഷ്ട്രീയ പാർട്ടികൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. വയനാടൻ ജനതയുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ സംബന്ധിച്ച് എപ്പോഴെല്ലാം ബഹുജന പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ സംഘടിത ശക്തികൾ, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള ആളുകൾ, അത് രാഷ്ട്രീയ, മത, സാമുദായിക സംഘടനകൾ എന്തുമായിക്കൊള്ളട്ടെ, ചിലപ്പം ഫ്രാക്ഷൻസ്, മറ്റ് ഗ്രൂപ്പുകളായിരിക്കാം, ഇവരെല്ലാം ഇത്തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളെ അതിന്റെ ഉള്ളിൽ കയറി മുതലെടുപ്പ് നടത്തുകയും
ഈ സമരങ്ങളെ, മുന്നേറ്റങ്ങളെ ഭിന്നിപ്പിച്ചു കളയുകയും ചെയ്യുന്ന സാഹചര്യം എല്ലാ കാലത്തും വയനാട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായും അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഈ മുന്നേറ്റത്തിന്റെയും പിന്നാലെയുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളോട് പ്രതികരിക്കുക അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ പോവുക എന്നുള്ളതല്ല. ഇപ്പോൾ എല്ലാവരുടെയും, ഇവിടുത്തെ ഒരു പൊതുജനത്തിന്റെയും രൂപതാ നേതൃത്വത്തിന്റെയും ഒക്കെ ശ്രദ്ധ നിലനിൽക്കുന്നത് ഈ വന്യജീവി ആക്രമണം എന്ന് പറയുന്നത് അത് ഓരോ മനുഷ്യന്റെയും, പ്രത്യേകിച്ച് എന്താ പറയുക, സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗം കൂടെയാണ്, പിന്നോക്ക ജില്ലയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് രാവിലെ അവരെ തന്നെ സ്കൂളിലേക്ക് വിടാൻ പറ്റുന്നില്ല. ഈ ഭയാനകമായൊരു സാഹചര്യമാണ്. ഒരു പക്ഷേ അത് നമുക്ക് മനസ്സിലാകുമെന്ന് അറിയത്തില്ല. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. അവിടുന്ന് കുട്ടികൾ ടൗണിലേക്ക് പോകണമെങ്കിൽ പോലും ഞങ്ങൾ വണ്ടി വിളിച്ചു വിടേണ്ട ഒരു സാഹചര്യമാണ്. ഇത് ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ ഒരു കുട്ടിയല്ല 2 കുട്ടി, അവരുടെ കാര്യത്തിലേക്കൊക്കെ മാതാപിതാക്കന്മാർക്ക് ഇടപെടേണ്ട സാഹചര്യം ഇത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതൊരു പൊതുജന ആവശ്യമാണ്. അതിൽ വൈദികർ തീർച്ചയായും അവരുടെ കൂടെ നിൽക്കും. ഇതിൻ്റെ അകത്ത് വികാരപരമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. കാരണം ഭയം എന്ന് പറയുന്നതാണ് ഒരു വലിയ വികാരമാണ്. ഈ ഭയം കയറി കഴിയുമ്പോൾ മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുക? ഭയപ്പെട്ട് നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ അലറും, ചിലപ്പോൾ അയാൾ ഓടും, ചിലപ്പോൾ അയാൾ ബോധം കെട്ടു വീഴും. ഭയപ്പെട്ട് നിൽക്കുന്നവന്റെ പ്രതികരണം അതൊരു നിശ്ചിത രീതിയിലേ ആകാനേ പാടുള്ളൂ എന്ന് നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് വന്യമൃഗങ്ങളെ കണ്ട് പേടിച്ചു നിൽക്കുന്ന വയനാടൻ ജനതയുടെ ഒരു എന്താ പറയാ, ഒരു വിലാപം കൂടിയാണ് ഈ പ്രതിഷേധ പ്രകടനങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ കേസ് സർക്കാർ ഇപ്പോൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. വൈദികർക്കെതിരെയും കേസെടുക്കുമെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കുന്നത്? തീർച്ചയായും നിയമപരമായ വഴിയിൽ സർക്കാർ നീങ്ങുക എന്നുള്ളത് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് സർക്കാർ ഇത്തരത്തിലുള്ള കേസുകൾ എടുക്കും, നിയമപരമായ നടപടികളിലേക്ക് പോകുമെന്നൊക്കെ പറയുമ്പം ജനം ഉയർത്തിയ ഗൗരവതരമായ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അതിന്റെ പേരിൽ ഗവൺമെന്റ് എന്ത് നടപടിയെടുത്തു? സത്വരമായ, ചടുലമായ എന്ത് നടപടിയാണ് ഗവൺമെന്റ് ഈ ജനം ഉയർത്തിയ പ്രശ്നം? അപ്പം പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ അഡ്രസ്സ് ചെയ്യാതിരിക്കുകയും അതിന്റെ പശ്ചാത്തലത്തിലുള്ള നിസ്സാര കാര്യങ്ങളുടെ മേൽ ഉടനടി ആക്ഷൻ എടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഗവൺമെന്റ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ അകത്ത് ഗൗരവതരമായ നിയമലംഘനങ്ങളുണ്ടോ? ഒരു ജനം ഒരു പ്രക്ഷോഭം നടത്തുമ്പോൾ, ഒരു പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ പ്രൊവോക്കേഷൻ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. നിയമപരമായിട്ട് ഇവരുന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങളെ സമയബന്ധിതമായി അഡ്രസ്സ് ചെയ്യാൻ പരാജയപ്പെട്ടു പോയ ഭരണകൂടം, അത് സ്റ്റേറ്റ് ഭരണകൂടം മുതൽ താഴെ ജില്ലാ ഭരണകൂടം വരെയുള്ള ആളുകൾ, അവർ കാരണം തലേ ദിവസം മരിച്ചതാണ്, പിറ്റേ ദിവസം വരെ എത്രയോ മണിക്കൂറുകൾ സമയമുണ്ടായിരുന്നു. ഇവർക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടെല്ലാം ഉള്ളതാണ്. ജനം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമെന്നും ആവശ്യങ്ങൾ ഉന്നയിച്ച് തെരുവിലിറങ്ങുമെന്നും എല്ലാം അറിയാം. ഇവർക്ക് സമയബന്ധിതമായി തീരുമാനമെടുത്ത് ഒഴിവാക്കാമായിരുന്ന ഒരു സംഘർഷമാണ് പുൽപ്പള്ളിയിൽ രൂപപ്പെട്ടത്. അതിന്റെ പേരിൽ കേസുകൾ എടുക്കുക എന്ന് പറയുന്നതിന്റെ അകത്തെ ധാർമ്മികതയും യുക്തിയും എന്തുമാത്രം ഉണ്ട് എന്ന് സർക്കാർ, പോലീസ് സംവിധാനം തന്നെയാണ് വിലയിരുത്തേണ്ടത്.